ഇപ്പോൾ ടെൻസിങ് ഹിലാരിയാണ് ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്, ആണിൻ്റെ പേരാണ് കിടക്കുന്നത്. ആദ്യമായി ചന്ദ്രനിൽ പോയി ഇറങ്ങിയത് ആണിൻ്റെ പേരാണ് കിടക്കുന്നത്. മാത്തമാറ്റിക്സ് കണ്ടുപിടിച്ചത് ആണിൻ്റെ പേരാണ് കിടക്കുന്നത്. സകല സാധനങ്ങളുടെയും കൂടുതലും ആണുങ്ങളുടെ പേരാണ് കിടക്കുന്നത്. ഇതൊക്കെ ആണുങ്ങളാൽ നയിക്കപ്പെട്ട ഒരു സൊസൈറ്റി ആയിരുന്നത് കൊണ്ടാണ്. അതായത് സമൂഹത്തിൻ്റെ ഉദാത്തമായ മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിച്ച പ്രധാന മേഖലകളുണ്ടല്ലോ, മനുഷ്യൻ്റെതായ അനവധി മനുഷ്യൻ്റെ മേഖലകളുണ്ടല്ലോ, ഇതിലെല്ലാം പുരുഷന്മാരാണ് കൂടുതലും ലിസ്റ്റിലുള്ളത്. ആ ലിസ്റ്റിലൊക്കെ പുരുഷന്മാരുള്ള അത്രയും ഇപ്പോൾ സ്ത്രീകൾക്കും അതിനുള്ള വിദ്യാഭ്യാസവും പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഹിസ്റ്ററിയിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണമെങ്കിൽ സ്ത്രീകൾ വിചാരിച്ചാൽ നടക്കും. ഇനി 100 കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ 500 കൊല്ലത്തിന് ശേഷം നമ്മുടെ സമൂഹത്തിലുള്ളവർ പഠിക്കുമ്പോൾ, നമ്മൾ സോഷ്യൽ സയൻസോ ഫിസിക്സ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ അതിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഫോട്ടോ സമം വരണം പാഠപുസ്തകങ്ങളിലൊക്കെ. പുരുഷന്മാർ നേടിയ കീഴടക്കിയ ഉദാത്തമായ മേഖലകളിലൊക്കെ സ്ത്രീകൾ കടന്ന് എത്തുകയും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ബയോളജിക്കൽ മറ്റ് സ്ട്രക്ചറുകളൊക്കെ അനുസരിച്ച എല്ലാ മേഖലകളിലും സ്ത്രീകൾ എത്തുകയും അവരുടെ കഴിവുകൾ തെളിയിക്കുകയും അവരെല്ലാം ചരിത്രങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്ന ഒരു ഭാവി ജനത നമ്മളുടെയൊക്കെ കാലശേഷമുള്ള തലമുറകളിലെങ്കിലും സ്ത്രീയും പുരുഷനും തമ്മിൽ ജെൻഡർ ഡിഫറൻസ് ഒന്നും തന്നെ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒരു തലമുറ ഇവിടെ ഉണ്ടാവുകയും വേണം.